സമസ്ത ലീഗായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. പണ്ടേ സമസ്ത ലീഗ് ഒരുമിച്ച് പോരുന്നതാണ്. മഹാന്മാരായ നമ്മുടെ ബാഫക്കി തങ്ങൾ, പൂക്കോയ തങ്ങൾ, സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് തുടങ്ങിയ കാലത്തിലൊക്കെ തന്നെ സമസ്ത എടുക്കുന്ന തീരുമാനങ്ങൾ അപ്പടി അവരൊക്കെ നടപ്പിലാക്കി പ്രവർത്തിച്ചു പോരുമായിരുന്നു. അതുപോലെ ലീഗിൻ്റെ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി സമസ്തയും സഹകരിക്കാറുണ്ടായിരുന്നു. അങ്ങനെ തന്നെയാണ് പോരാറുള്ളത്. ആ കാലത്ത് സമസ്ത ലീഗിൻ്റെ പോഷക സംഘടനയാണ് എന്നുള്ള ഒരു നിലക്കായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. ആ നില സംസാരിച്ച് പോരാറും ഉണ്ടായിരുന്നു. ജനങ്ങളിലൊക്കെ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അത് തന്നെയാണ് സന്തോഷകരമായ അവസ്ഥ. തന്നെയാണ് സമുദായത്തിൻ്റെ രണ്ട് ചിറകുകളായിക്കൊണ്ട് രണ്ട് വശങ്ങളിൽ കൂടെ പ്രവർത്തിക്കുന്നവരാണ് അവർ. സമസ്ത എന്ന് പറഞ്ഞാൽ ആത്മീയ മത മേഖലയിൽ കൈകാര്യം ചെയ്യുന്നവർ. മതവിധികൾ പറയുക, അത് ജനങ്ങളിലെത്തിക്കുക, അതിൻ്റെ സന്ദേശങ്ങൾ അനുസരിച്ച് കൊണ്ടുള്ള സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കുക, മദ്രസ, പള്ളി തുടങ്ങിയതൊക്കെ ഉണ്ടാക്കുക, അത് കൃത്യമായി നടത്തിപ്പോരുക തുടങ്ങിയ എല്ലാവർക്കും അറിയുന്ന മേഖലയാണ് സമസ്തയുടേത്. രാഷ്ട്രീയത്തിൽ സമസ്ത അങ്ങനെ പരസ്യമായി ഇടപെടാറില്ല. എങ്കിലും വ്യക്തികൾക്കൊക്കെ രാഷ്ട്രീയമാവാം. അത് അധികവും മുസ്ലിം ലീഗിൽ തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടും സഹകരിച്ചുകൊണ്ടുള്ള സംഘടന എന്നുള്ള നിലയ്ക്ക് അതാണ് അഭികാമ്യം. നമ്മളൊക്കെ അതിൻ്റെ ആൾക്കാർ തന്നെയാണ്. ലീഗിന് വേണ്ടിയൊക്കെ പ്രവർത്തിച്ചവരാണ് സമസ്തയോടൊപ്പം. അത് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളും ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങളൊക്കെ കാലത്ത് അങ്ങനെ തന്നെയാണ്. ഇപ്പം അതിൻ്റെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഉദാഹരണം. പണ്ടിപ്പം MES ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു വലിയ എല്ലാവർക്കും അറിയുന്ന ഒരു പ്രശ്നമാണ്. MESനെ വളർത്തിയത് മുസ്ലിം ലീഗ് തന്നെയാണ്. സമസ്തയും അതുപോലെ ജമാഅത്ത് മുജാഹിദും ഒക്കെ അവരെ വളർത്താൻ വേണ്ടി കൂടിയിട്ടുണ്ട്. അതൊരു മുസ്ലിം പിന്നോക്കം നിൽക്കുന്ന, വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിന്ന ഒരു സമുദായം എന്ന നിലയ്ക്ക് അവർ ഉദ്ധരിക്കാൻ വേണ്ടി വിദ്യാഭ്യാസപരമായി പുരോഗതിക്ക് പ്രവർത്തിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് എല്ലാവരും സഹകരിച്ചിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ അതിൻ്റെ പോക്ക് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായി. ശരീഅത്ത് നിയമമൊക്കെ പഴഞ്ചനാണെന്നും അത് ഉൾക്കൊള്ളാൻ പറ്റിയതല്ലെന്നൊക്കെ പറഞ്ഞുള്ള വിമർശനം അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ജേർണൽ മാസികയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പം അതുമായിട്ട് നമ്മൾ ബന്ധപ്പെടാൻ പാടില്ല, അത് ഇസ്ലാമിനെ പൊളിക്കുന്ന പ്രവൃത്തിയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന് സമസ്ത കാണുകയും അതിനെതിരെ പ്രമേയം പാസ്സാക്കുകയും ആ പ്രമേയം അതേ കോപ്പി, അതായത് MESുമായിട്ട് നമ്മൾ ഒരു ബന്ധവും പാടില്ല എന്ന് പറയുന്ന അതേ കോപ്പി മുസ്ലിം ലീഗിൻ്റെ കൗൺസിലിൽ കൊണ്ടുപോയി പാസ്സാക്കി ബാഫക്കി തങ്ങൾ. അങ്ങനെയാണ് അന്നത്തെ കാലം പോകുന്നത്. എന്ത് തീരുമാനം സമസ്ത എടുത്താലും മുന്നും പിന്നും നോക്കാതെ അംഗീകരിച്ച് പോരുന്ന തീരുമാനം. അത് അങ്ങനെ പല വിഷയങ്ങളിലുണ്ട്. ആ വിഷയങ്ങളിലൊക്കെ സമസ്ത മതപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് സമസ്തയാണെന്ന അംഗീകാരം ലീഗ് അംഗീകരിച്ചു പോന്നിരുന്നു. ഇപ്പോൾ ഇതര പ്രസ്ഥാനക്കാരുടെ മേഖലയിൽ അവരുടെ പ്രചരണ പരിപാടികൾ, സമ്മേളനങ്ങൾ, അതിലൊന്നും പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും തിരിയുന്ന സമസ്തയുടെ തീരുമാനമാണ്. അങ്ങനെ പാലിച്ചു പോന്നിരുന്നു. ഈ പറഞ്ഞ തങ്ങന്മാരോ ഈ പറഞ്ഞ നേതാക്കളോ ഒന്നും എന്തായിരുന്നില്ല, സമസ്തക്കെതിരായ മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയ സംഘടനകളുടെ പരിപാടികളൊന്നും പങ്കെടുത്തിരുന്നില്ല. ഇതും എല്ലാവർക്കും അറിയാം. ഇന്ന് അതിനൊക്കെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എവിടെയും പോവാ, എന്തും ചെയ്യുക, എന്ത് സമസ്ത എന്നൊരു നിലപാട്. CIC എന്ന് പറയുന്ന വാഫിയോഫിയ പ്രശ്നം ഉണ്ടല്ലോ, അതിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ വളവ് കണ്ടപ്പോൾ, വക്രത കണ്ടപ്പോൾ, സമസ്തയുടെ റൂട്ടിലല്ലാതെ സഞ്ചരിക്കുന്നത് കണ്ടപ്പോൾ, വാഫിയോഫിയ CIC എന്നൊക്കെ പറഞ്ഞത് സമസ്തയുടെ തണലിൽ വളർന്നതും അവർ വളർത്തിയതുമാണ്. പക്ഷേ അത് അതിൻ്റെ കടിഞ്ഞാൺ പിടിക്കുന്ന ആളുകൾ അതിനെ വഴിവിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അതിനോട് ബന്ധപ്പെടാൻ പാടില്ല എന്ന് ബന്ധവിച്ഛേദനം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ലീഗ് നേതൃത്വം അതിനെ ഉയർത്തിക്കൊണ്ട് നടക്കുകയാണ് സമസ്തക്കെതിരെ. അതിൻ്റെ അഡ്മിഷൻ്റെ കാലമാണ് ഇപ്പം. അതിലൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് അതിനു വേണ്ടി ആഹ്വാനം ചെയ്യുന്നത് ലീഗ് നേതൃത്വമാണ്. ഇതൊക്കെ മുസ്ലിം ലീഗിലെ 75-80% വരുന്ന സമസ്തക്കാർ, സുന്നികൾ, ഇതെല്ലാവർക്കും അറിയാം. അവർക്ക് വിഷമുണ്ടാക്കുന്ന സംഗതിയല്ലേ. ആത്മീയ മേഖലയാണല്ലോ അതിൻ്റെ പ്രചോദനം. ഇസ്ലാം എന്ന് പറയുന്നത് അത് മുസ്ലിം സംഘടനയാണ്, ഇതും മുസ്ലിം സംഘടനയാണ്. അപ്പോൾ ഇസ്ലാമിൻ്റെ അഡ്രസ്സ് വെച്ച് പ്രവർത്തിക്കുമ്പോൾ ഇസ്ലാമിൻ്റെ മതകാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണ്ടേ? മതം കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്, പ്രവാചകന്മാരുടെ അനന്തരാമികൾ എന്ന് പറയുന്ന പണ്ഡിതന്മാർ. അതിന് വ്യത്യസ്തമായിക്കൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഇതിൻ്റെ അണികളിൽപ്പെട്ട ആൾക്കാർക്ക് വെറുപ്പുണ്ടാവുമല്ലോ. ആ വെറുപ്പ് ഇവർ സൂക്ഷിക്കുന്നില്ല. അത് കണ്ടുകൊണ്ട് അതിന് പരിഹാരം കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ സാഹചര്യത്തിലെ
നിങ്ങളൊക്കെ പറയുന്ന മാധ്യമക്കാരൊക്കെ പറയുന്ന ഈ ഭിന്നിപ്പിൻ്റെ, ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ ഭിന്നിപ്പൊന്നുമില്ല എന്ന് പറയും, മുസ്ലിമിനോട് ചോദിച്ചാൽ മുസ്ലിം ഇല്ല എന്ന് പറയും. പക്ഷെ എന്തൊക്കെ ഉണ്ടല്ലോ, നിങ്ങളത് വലുതാക്കി ഉണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ. ആ നിലയ്ക്ക് ഇത് പരിഹരിക്കേണ്ടതാണ്, പരിഹരിച്ച് പണ്ടത്തതുപോലെ മുന്നോട്ട് പോകേണ്ടതാണ്. സമസ്തയുടെ കൂടെ ഇപ്പോൾ ഈ രണ്ട് വിഷയം എടുത്ത് നോക്കിയാൽ ആരാണ് ഇവിടെ ഈ സഹകരിച്ചു പോരുന്ന ഈ റൂട്ടിൽ, ഈ സരണിയിൽ പിളർപ്പിന് വിത്ത് പാകിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. പൊതുജനങ്ങൾക്കറിയാലോ, ഈ വാർത്ത കേൾക്കുന്നവർക്കറിയാം. ഇതൊക്കെ ശരിയല്ലേ? അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കേണ്ടത് ആരാണോ വഴി തെറ്റിയവരാണ്. അടുപ്പിക്കാനുള്ള വഴി അവർ ചെയ്യേണ്ടതാണ്. ഇതാണ് ചെയ്യേണ്ടത്. അതുപോലെ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈകിട്ട് എന്തൊക്കെയോ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം കടപ്പുറത്ത് പോലൊരു സമ്മേളനം നടത്തി. സമ്മേളനത്തിൽ 4 ദിവസം കൊണ്ട് 1.5 ലക്ഷം ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ചു. ഒരൊറ്റ സമസ്തക്കാരൻ ഇങ്ങോട്ട് കയറ്റിയിട്ടില്ല എന്ന് പറഞ്ഞു. സമസ്തക്കാരല്ലാതെ ഈ ലക്ഷങ്ങളൊക്കെ വേറെ ആരാ? ഇവിടെ അത്രമാത്രം മുജാഹിദമായത്തോണ്ടോ? എന്തോ തോന്നിയാസം വിളിച്ചു പറയല്ലേ, വിവരക്കേട്. ഈ ആദ്യ ആൾക്കാരൊക്കെ അതിൻ്റെ തലപ്പത്ത് താക്കോൽ സ്ഥാനത്താക്കിയാൽ ആ സംഘടന മുന്നോട്ട് പോകുമോ? അതുപോലെ സമസ്ത എന്താ ഇതുവരെ ചെയ്തത്? സമുദായത്തിന് എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്. മുസ്ലിം ലീഗല്ലേ ചെയ്തത്? ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? സമസ്തൻ്റെ റൂട്ടിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട്. 11,000 മദ്രസകൾ നിയന്ത്രിക്കുന്നുണ്ട്. ധാരാളം അറബി കോളേജുകളും യത്തീംഖാനകൾ, അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ സമസ്ത അതിൻ്റെ ചാനൽ ചെയ്യുന്നുണ്ടല്ലോ. മറ്റേതെന്താ മന്ത്രിയാവാനും MLA ആവാനല്ലേ? അത് ചെയ്യേണ്ടത് സമസ്തല്ല, സമസ്തൻ്റെ പരിപാടിയല്ലല്ലോ. അപ്പോൾ അങ്ങനെ തോന്നിയാസങ്ങൾ വിളിച്ചു പറയാം. അതുപോലെ സമസ്തൻ്റെ പ്രസിഡന്റ്, ആദരണീയ പ്രസിഡന്റാ ഇന്നത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജിഫിനി മുത്തുക്കോയ തങ്ങൾ, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൊച്ചാക്കി സംസാരിച്ചില്ലേ? മുഖ്യമന്ത്രിയുടെ ഫോൺ കിട്ടിയാൽ എല്ലാം മറക്കുന്ന, എല്ലാമായി എന്ന് വിചാരിക്കുന്ന ആളാണ് ഇത്ര ജിഫിനി മുത്തുക്കോയ തങ്ങൾ. ഇങ്ങനെയൊക്കെ പരിഹസിച്ചു കൊണ്ട് നിൽക്കുന്ന ഈ സംഘടനയും ആ സംഘടനയും ഒന്നാണെന്ന് പറഞ്ഞാൽ, ഭിന്നിപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ആരെ വഞ്ചിക്കാനാണ് പറയുന്നത്? അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ മാറ്റി നല്ല ആളുകളെ വെക്കുകയും സമസ്തയുമായി എവിടെയാണോ പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നങ്ങൾ സമസ്തൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ സമസ്ത തിരുത്തണം, ലീഗിൻ്റെ ഭാഗത്തുനിന്നാണ് ലീഗ് തിരുത്തണം. ഇത് ഞാൻ പറയുകയാണ്, ഞാൻ നിഷ്പക്ഷമായി പറയാണ്. എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനങ്ങോട്ട് മൂലക്കാക്കുക. അപ്പം ഞാൻ സഖാവ് ഉമർ ഫൈസിയാണ് അത്ര. സഖാവ് ആവലെങ്ങനെ? ഞാനൊരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. പടച്ചവൻ ഉണ്ട് എന്ന് പറയുന്ന പാർട്ടിയാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. അത് മതമില്ലാത്തവരാ, പടച്ചവൻ ഇല്ല എന്ന് പറയുന്നവരാ. ഒരു മുസ്ലിമായ ഒരു മുസ്ലിയാർക്ക് പ്രത്യേകിച്ച് അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധിക്കുമല്ലോ, എല്ലാവർക്കും അറിയാം. എങ്കിലും ഒന്ന് വിളിച്ചു പറയാം. നല്ല കാര്യങ്ങൾ ഉള്ളത് കണ്ടത് പറഞ്ഞാൽ വിളിച്ചു പറയാം എന്തെങ്കിലുമൊക്കെ. ഇപ്പോൾ അതാ പൊന്നാനിയിലെ സ്ഥാനാർത്ഥി സമസ്ത നിർത്തിയാണെന്നാണ് പറയുന്നത്. സമസ്തക്ക് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തേണ്ട ഒരു പരിപാടി ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയില്ല. അത് സമസ്തയുടെ ലക്ഷ്യവുമല്ല. ആരോ നിന്ന് എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരോ ഇടുന്നെങ്കിൽ സമസ്ത ഉത്തരവാദിയല്ല. ഇത് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി തങ്ങൾ തന്നെ അത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് സുപ്രഭാതത്തിൻ്റെ ഫസ്റ്റ് പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓരോരോ പ്രചരണങ്ങളാണ്. അന്തം വിട്ട ആൾക്കാർ ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു. എന്താ അതിൻ്റെ കാര്യം? സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ? LDFിൻ്റെ പരസ്യം കൊടുക്കുന്നുള്ളതാണ്. LDFും UDF രണ്ട് സംവിധാനമാണ്. അതിൻ്റെ പരസ്യം കൊടുക്കുന്നതിന് എന്താ തിരക്കേട്? അത് രൂപീകരിച്ച കാലത്ത് തന്നെ, സുപ്രഭാതം രൂപീകരിച്ച കാലത്ത് തന്നെ അതിൻ്റെ നയരൂപീകരണത്തിൽപ്പെട്ടതാണ്. ഹൈദർ അലി തങ്ങളടക്കമുള്ള സമിതിയാണ് അതിൻ്റെ നയം രൂപീകരിച്ചത്. അതിൽ നിഷ്പക്ഷമായൊരു നിലപാടിലാണ് പത്രം പോകേണ്ടതെന്ന് തീരുമാനിച്ചത്. ആ നിലയ്ക്ക് എന്താ അതിന് തിരക്കേട്? നേരെ മറിച്ച് BJPൻ്റെ നാണയം കൊടുക്കാൻ കൊടുക്കൂല നമ്മൾ. ബാങ്കിൻ്റെ അത് കൊടുക്കൂല, പലിശ ഇടപാടിൻ്റെ അത് കൊടുക്കൂല, സിനിമാ പരസ്യം കൊടുക്കൂല. ഇതൊക്കെ നമ്മുടെ നയത്തിൽപ്പെട്ടതാണ്. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത, പ്രത്യേകിച്ച് ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് LDF. ഇതിൻ്റെ പരസ്യം കൊടുത്താൽ പത്രം കത്തിക്കല, ഇവിടുത്തെ സംസ്കാരം. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാതെ പോയിട്ട് ഞങ്ങളെ മുതലേ വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല. ആ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് തീർക്കണം എന്നുള്ളതാണ്. അപ്പോൾ പൊന്നാനി സ്ഥാനാർത്ഥി ഹംസ, അദ്ദേഹം ഒരു ഗുരുതരമായ ആരോപണം വിളിച്ചു പറയുന്നുണ്ട്, എല്ലാവരും കേട്ടതാ. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം
ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല, ഒരു ആത്മീയ മേഖലയിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു, മതപണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ സമസ്തയുടെ വൈസ് പ്രസിഡൻ്റാണ്. അതുപോലെ പല സംഘടനകളുടെയും അധ്യക്ഷ സ്ഥാനത്ത്, സമസ്തയുടെ കീഴടങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്ന ആളാണ്. അതിലൊക്കെ ഉപരി നമുക്കൊക്കെ അറിയാം, ഇന്ന് മലയാളികൾ എവിടെ കൊണ്ടോ നാട്ടിലും വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും മഹല്ലുകളിലുമൊക്കെ മജ്‌ലിസുൻ നൂർ എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന് അത് മതി. അങ്ങനെയുള്ള ഒരു മഹാനെ അദ്ദേഹത്തിനെ വളരെ പീഡിപ്പിച്ച ഒരു സംഭവം ഹംസ പറയുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇടയാക്കിയത് ആ ഒരു സംഭവമാണെന്ന് വരെ ആരോപിക്കുന്നുണ്ട്. ആ ആരോപണം ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് ആ സംഗതിയൊന്നും ഇല്ല എന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നോ അത്തരം കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് ജനങ്ങൾ മനസ്സിൽ നിന്ന് ഈ സംശയം തീർക്കേണ്ടതില്ലേ? ഉത്തരവാദിത്വപ്പെട്ടവരാരും അങ്ങനെ തീർത്തതായിട്ട് കണ്ടിട്ടില്ല. ഇതൊക്കെ വിഷയങ്ങളല്ലേ, ഇതൊക്കെ തീർക്കണം. ഇതൊക്കെ തീർക്കാതെ ഇങ്ങനെ പോലീസ് ഇട്ടിട്ട് തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് പോയാലൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ ഇതുവരെയൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇതൊന്ന് തീർക്കാൻ വേണ്ടി ആരുടെ ഭാഗത്താണോ ന്യൂനത ഉണ്ടായതെങ്കിൽ അവർ മുന്നിട്ടിറങ്ങി പരിഹരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. അല്ലാതെ ഇങ്ങനെ മൂടി വെച്ച് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. ഇൻഷാ അല്ലാഹ് അല്ലാതെ യോജിച്ച് മുന്നോട്ട് പോയി പഴയതുപോലെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും ഒന്നായിക്കൊണ്ട് തന്നെ പോകണം, ഒരു വിള്ളലും ഉണ്ടാവരുത് എന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.